ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോ CSI ഈസ്റ്റ് കേരള ഡയോസിസ് 14ാമത് കാർഷികോത്സവമാണ് ഈ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കാണിക്കുന്ന വീഡിയോ. ഇത് സെൻറ്റ് ലൂക്സ് CSI ചർച്ച് കെയ്ലാൻഡ് മേലുകാവമറ്റത്ത് വെച്ച് നടന്ന കാർഷികോത്സവത്തിൽ ഉള്ള സ്റ്റാളുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് കേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് PS ഫ്രാൻസിസ് തിരുമേനി ആണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് സഭാ മേൽദൃശ്യന്മാരുമുണ്ട്, സഭാപ്രവർത്തകരുണ്ട്, അച്ഛന്മാരുണ്ട്, അങ്ങനെ ശ്രീജന സഖ്യത്തിൻ്റെ ആളുകളുണ്ട്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇനി വരാനുണ്ട്. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന സ്റ്റാളുകളുടെ സ്റ്റാളുകൾ സന്ദർശിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് ഈസ്റ്റ് കേരളയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരായിട്ടുള്ള ആളുകൾ അവരുൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും നല്ല സാധനങ്ങൾ, കാർഷിക വിളകൾ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തലേദിവസം ആണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇത് 22-ാം തീയതിയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ മധ്യ കേരള മഹായിടവക ബിഷപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാവൂക്കോശി ചെറിയാൻ ബിഷപ്പാണ് ഇപ്പം ഈ സ്റ്റാളുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് മെമ്പർമാർ ആയിട്ടുള്ള ആളുകളുണ്ട്, MLA-മാരുണ്ട്, MP ഉണ്ട്. ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം സ്റ്റാളുകൾ കാണുന്നതിന് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാളുകളാണ് സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ 23-ാം തീയതി ആണ് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് ദിവസമായതുകൊണ്ട് സാധനങ്ങളൊക്കെ എത്തുന്നേ ഉള്ളൂ. എങ്കിൽ തന്നെയും കൃഷിയെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരും തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ പ്രദർശനത്തിന് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈസ്റ്റ് കേരള 14ാമത് നടക്കുന്ന കാർഷിക ഉത്സവമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നിലവിലുള്ള കൃഷികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ അവർ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് സ്വയം തൊഴിൽ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാത്തിൻ്റെ ഷോപ്പുകൾ ഇവിടെയുണ്ട്. എല്ലാം തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്, സാധനങ്ങൾ, അതുപോലെ സോപ്പ്, അതുപോലെ തന്നെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. കാണുന്ന സ്റ്റാളുകളെല്ലാം തന്നെ അവർ നിർമ്മിക്കുന്ന സംരംഭകർ നിർമ്മിക്കുന്ന സാധനങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതിന് ശേഷം മീറ്റിംഗ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള കാർഷികർക്കുള്ള അവാർഡുകൾ അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യും. ഇത് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് നാളെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ കൃഷി സാധനങ്ങൾ കൊണ്ടുവരുന്നു. ഓരോരുത്തരും 82 കാർഷിക വിളകൾ വരെ കൊണ്ടുവന്നിട്ടുള്ള കർഷകരെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അവർ ഒരു ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സാധനമായിട്ട് ഇവിടെ എത്തുകയുള്ളൂ. ഇത് തലേ ദിവസമായതുകൊണ്ടാണ് ആ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാത്തത്. എങ്കിൽ തന്നെ ഇവിടെ കൂടുതലായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റാളുകളും മറ്റുമൊക്കെ കുടുംബശ്രീ പോലെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് നമുക്കിവിടെ സാധിക്കും. അപ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഈ സന്ദർശിക്കുന്ന ഭാഗങ്ങളൊക്കെയും നമുക്ക് കാണാം. അങ്ങനെ 14ാമത് കാർഷിക ഉത്സവമാണ് കോട്ടയം ജില്ല മേലുകാവമറ്റത്തുള്ള കെയ്ലാൻഡ് CSI സെൻറ്റ് ലൂക്സ് ചർച്ചിന് അടുത്തുള്ള മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന ജനങ്ങളെ നമുക്ക് കാണാം. പ്രമുഖരായിട്ടുള്ള ആളുകളും ഇത് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ഒരു പൊതു മീറ്റിംഗ് ഉണ്ട്, അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും എത്തിയിരിക്കുന്നു. തുടർന്ന് നമുക്ക് ഈ വീഡിയോകൾ നമുക്കൊന്ന് കാണാം.